നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 13, 14 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷവിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ 2025 നവംബർ 12 വൈകിട്ട് 6:35 PM മുതൽ നവംബർ 15 വെളുപ്പിന് 3:51 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പ് മെസ്സേജ് വഴി. അപ്പോൾ ദയവായി ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അവർക്ക് 3 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു: സൂര്യൻ, ചൊവ്വ, ശനി. ഓക്കെ, അപ്പോൾ അത് ചൊവ്വ നമ്മൾക്ക് വാഹനം ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ തീപ്പൊള്ളൽ ഏൽക്കാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിലും മറ്റും തീയുമായിട്ട് യുദ്ധത്തിലാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സൂര്യൻ പ്രതികൂലമാണ്. അത് 7ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വിവേകപൂർവം പരിഹരിക്കുക. പിന്നെ ശനി, 7ര ശനിയാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നമുക്ക് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സർപ്പം അഥവാ രാഹു അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു. ചെറിയ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് നേട്ടം ഉണ്ടായേക്കാം, എങ്കിലും അതിനൊക്കെ ഒരു പരിധി കാണും. പിന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാകും. സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനൊക്കെ തന്നെ ഒരു പരിധി ഉണ്ടാകും. പൊതുവെ സാധാരണ ദിവസങ്ങളായി കണ്ടാൽ മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അവർക്കും ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യതയൊക്കെ ഉണ്ടാവും, എങ്കിലും അതിനൊക്കെ ഒരു പരിധി വന്നേക്കാം. പിന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ പ്രതീക്ഷിക്കാം. പിന്നെ തുലാമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവാം, എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവാം. പിതൃഗുണം, സന്താന നേട്ടം, ഇവയൊക്കെ ഒരു പരിധി വരെ ഇവർക്ക് അനുഭവവേദ്യമാവും. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്.
ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഇത് പ്രത്യേകമായൊരു വീഡിയോ ഞാൻ രാവിലെ ചെയ്തിരുന്നു, അത് കാണാൻ ശ്രമിക്കുക. ഇവർക്ക് 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. കർമ്മസ്ഥാനത്തായതുകൊണ്ട് കണ്ടകശനിയാണെങ്കിലും അല്പം നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സൂര്യൻ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു പരിധി വരെ തൊഴിൽ വിജയമൊക്കെ പ്രതീക്ഷിക്കാം. സന്താന നേട്ടം, പിതൃഗുണമൊക്കെ ഒരു പരിധി വരെ നേട്ടം ഉണ്ടാവാം. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. 7 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇത് 3ഉം അനുകൂലമായതിനാൽ ബന്ധങ്ങൾ ഊഷ്മളമാവും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും നേട്ടങ്ങൾ കൊയ്യാനും പറ്റും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് ദിവസങ്ങളാണ്. മിഥുനം രാശിയെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഇന്ന് രാവിലെ ചെയ്തിരുന്നു, ദയവായി അത് കാണാൻ ശ്രമിക്കുക. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഒരേ ഒരു ഗ്രഹം മാത്രമേ അനുകൂലമായിട്ടുള്ളൂ, എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം ഞങ്ങൾ പറയുന്നു. കാരണം 6 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതികൂലമായിട്ട് വ്യാഴവും സർപ്പവും മാത്രമാണുള്ളത്. വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് പൊതുവെ അല്പം ധനവരമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ ഇവർക്ക് സാധാരണ ദിവസങ്ങളായി ഈ ദിവസങ്ങൾ പരിണമിക്കാറേ സാധ്യതയുള്ളൂ. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര ആദ്യപാദം. ഇവർക്ക് 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. 4 പാപഗ്രഹങ്ങൾ ഉൾപ്പെടെ 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അല്പം സൂക്ഷിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അഷ്ടമത്തിൽ ശനിയാണ്, അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പ്രത്യേകിച്ച് സൂര്യൻ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അതിനൊക്കെ ഒരു പരിധി നിശ്ചയിക്കപ്പെടാം എന്നുണ്ട്. പിന്നെ ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാസാഹിത്യ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഒരു പരിധിവരെ ഇവർക്ക് ധനവരവും പ്രതീക്ഷിക്കാം വിവിധ സ്രോതസ്സിൽ നിന്നും. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ചന്ദ്രൻ 12ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പൊതുവെ ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുക. പിന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശനി പ്രതികൂലമാണ്, എങ്കിലും ഇവർക്ക് 5 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ അനുകൂലമാണ്. സർപ്പം അനുകൂലമാണ്, ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവാം. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വ്യാഴവും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇവയൊക്കെ
ഉണ്ടാവാം. ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രത്യേകിച്ച് ഞായറാഴ്ച. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ശനി, സർപ്പം, ശിഖി തുടങ്ങിയ പാപഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു, സർവകാര്യ വിജയം. പിന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇവർക്ക് സൂര്യൻ സൃഷ്ടിക്കുന്ന ആരോഗ്യ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇത്രയും 6 ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ ആ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തന്നെ ആവും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, ആനിരം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ട് പ്രശ്നമുണ്ടാവാം. അതുപോലെ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ 3 അനുകൂലമായതിനാൽ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ചൊവ്വയും ബുധനും സൂര്യനും പ്രതികൂലമാവുമ്പോൾ ഉണ്ടായേക്കാവുന്ന ശാരീരിക അസ്വസ്ഥതകൾ ഈ 3 ശുഭഗ്രഹങ്ങളുടെ അനുകൂല ഭാവം കൊണ്ട് ഏറെക്കുറെ പരിഹരിക്കപ്പെടും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് നേട്ടമുണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനിയും വ്യാഴവും ചൊവ്വയും ഒക്കെ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവർക്ക് ധനവരവിൽ ഒരു മന്ദത അനുഭവപ്പെടാം. അത് മാത്രമല്ല, പൊതുവെ കിട്ടാനുള്ള ധനം കിട്ടാനുള്ള സമയത്ത് കിട്ടാതെ അല്പം താമസം എല്ലാത്തിലും ഉണ്ടായേക്കാം. ഇവർ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമൊക്കെ ഉണ്ടാവും. അതുപോലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടായേക്കാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടായേക്കാം. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചന്ദ്രൻ ഇവിടെ പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ് ചന്ദ്രൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. എങ്കിലും ഇവർക്ക് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ്. ശനി, വ്യാഴം, സൂര്യൻ, ചൊവ്വ തുടങ്ങിയവയൊക്കെ അനുകൂലമാണ്. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഇവർക്കൊരു വിജയസാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ ദൈവാധീനമുണ്ട്. സാങ്കേതിക രംഗത്ത് മേന്മകൾ പ്രതീക്ഷിക്കാം. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ഒക്കെ നേട്ടമുണ്ടാവാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും.
നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കാരണം ഇവിടെ ചൊവ്വ, ശനി, സൂര്യൻ, വ്യാഴം തുടങ്ങിയ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണ്. അപ്പോൾ പൊതുരംഗത്ത് ഇവർ ശോഭിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ തൊഴിൽ ലാഭം ഇവയൊക്കെ ഈ തുലാം മാസത്തിൽ മാത്രമല്ല വൃശ്ചിക മാസത്തിലും ഇവർക്ക് പ്രതീക്ഷിക്കാം. മകരം രാശിക്ക് ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്, ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർക്ക് ഒരു വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. എങ്കിലും ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, ശനിയും വ്യാഴവും ഉൾപ്പെടെ. അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശുക്രനും വ്യാഴവും ചന്ദ്രനും ചേർന്ന് ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ആരോഗ്യപരമായിട്ട് അല്പം മെച്ചമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുവഴി നേട്ടമുണ്ടാക്കാനും പറ്റും. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്, കാരണം ജന്മശനിയാണ്, അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവർ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 13, 14 തീയതികളിൽ രാവിലെ 4:50 AM മുതൽ 5:38 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 13, 14 തീയതികളിൽ ഉച്ചയ്ക്ക് 11:48 AM മുതൽ ഉച്ചയ്ക്ക് 12:34 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. രാഹുകാലം നോക്കാം. 13-ാം തീയതി ഉച്ചയ്ക്ക് 1:37 PM മുതൽ വൈകിട്ട് 3:03 PM വരെയാണ് 13-ാം തീയതി രാഹുകാലം. 14-ാം തീയതി രാഹുകാലം രാവിലെ 10:45 AM മുതൽ ഉച്ചയ്ക്ക് 12:11 PM വരെയാണ് രാഹുകാലം. 14-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ ഭാഗ്യ നമ്പറുകൾ നോക്കാം. ഇനി 13/11/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 3, 1, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 14/11/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 4, 1, 2, 9 എന്നിവയും ഭാഗ്യസംഖ്യകളാണ്. പിന്നെ ഈ 14-ാം തീയതി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. 7 ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്ന നമ്പറുകൾ എടുക്കാൻ ശ്രമിക്കുക. അതായത് 7, 7, 7, 7, 77 അതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 74, 77,
അതിൻ്റെ കോമ്പിനേഷൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 57 അതൊക്കെ അങ്ങനെ ഈ ആവർത്തിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ എടുക്കാൻ നോക്കുക, പ്രത്യേകിച്ച് 7 ബന്ധപ്പെട്ട നമ്പറുകൾ. ഓക്കെ, ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 13-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 14-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.